ഗൈസ്, അപ്പോൾ നമ്മളിത് ഒരുങ്ങാൻ പോവാണ്, എവിടെയെങ്കിലുമൊക്കെ പോകണ്ടേ, കെട്ടി ഒരുങ്ങാൻ പോവാണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ കുറേ നാൾ കൂടി ഒന്ന് കുളിച്ചു, അതിനുശേഷം നമ്മളിത് മേക്കപ്പ് ഇടാൻ പോകുന്നു. അപ്പോൾ മുടിയൊക്കെ അവിടെ കിടന്ന് ഉണങ്ങട്ടെ അങ്ങോട്ട്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കലാപരിപാടികളൊക്കെ ചെയ്യാം. ഒരു കുത്തപ്പ് മിനാർ തന്നെയായിരുന്നു പണിയും. ഫസ്റ്റ് ഇതായിട്ട് ടോണർ അങ്ങോട്ട് ഇടട്ടെ. ടോണറൊക്കെ ഇട്ട് സ്കിന്നൊക്കെ സെറ്റായി പള്ള മിന്നട്ട് നമ്മുടെ സ്കിന്നൊക്കെ. അടുത്തത് നമ്മുടെ മോയ്സ്ചറൈസറാണ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. മോയ്സ്ചറൈസറായിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ അടിപൊളിയാണ് കേട്ടോ. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന സാധനമാണ്. റൈസ് സെറാമിഡ് മോയ്സ്ചറൈസറാണ് എല്ലാവർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്കിൻ ടൈപ്പുള്ള എല്ലാവർക്കും. അടുത്തത് സെഫോറയുടെ പ്രൈമറാണ്. പ്രൈമർ മസ്റ്റാണ്. പ്രൈമർ മുഖ്യം ബിഗിലെ, കാരണം പ്രൈമർ ഇല്ലാണ്ട് നമ്മൾ പൗഡർ ഇട്ടാൽ പോലും ഇരിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ പ്രൈമർ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനം തന്നെയാണ്. അത് നമ്മൾ മുഖത്ത് അരഞ്ഞും പുറഞ്ഞും അങ്ങ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ കൈ കൊണ്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നന്ന്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത കൺസീലറാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ ഡാർക്ക് സ്പോട്ടുള്ള സ്ഥലത്തെല്ലാം നമ്മളിതേ കുറച്ച് കൊഞ്ചം ഇട്ട് കൊടുക്കും. നമ്മളെല്ലാവരും പറ്റിക്കും. നമ്മുടെ സ്കിൻ ഈവൻ ആണെന്നുള്ളൊരു സാധനം നമ്മൾ കൊണ്ടുവരണം. അത് നമ്മൾ നമ്മളെപ്പോലുള്ള മിനിമൽ മേക്കപ്പ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു ടെക്നിക്ക്. അപ്പോൾ പുതിയൊരു ബ്യൂട്ടി ബ്ലെൻഡർ എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല രസം തോന്നുന്നു, കാരണം നമ്മൾ കയ്യിലൊന്നും പിടിച്ച് കഷ്ടപ്പെട്ടൊന്നും ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യേണ്ട. ഇതിന് ബ്രഷ് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അടുത്ത് നമ്മൾ ഹ്യൂഡാ ബ്യൂട്ടിയുടെ സെറ്റിംഗ് പൗഡർ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു സ്പോഞ്ച് ഉണ്ട്, എന്ത് ക്യൂട്ടാണല്ലേ. ഞാൻ ഈയുടെ കൂടെ കുട്ടിയാണ്, ഭയങ്കര മണമാട്ടോ ഹ്യൂഡാ ബ്യൂട്ടിയുടെ പൗഡറിന്. ഇത് അടിപൊളി പൗഡറാണ്. പൗഡർ സെറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ലതാണ്. പിന്നെ എൻ്റെ അമ്മോ എൻ്റെ ശ്വാസം മുട്ടുന്നുണ്ട്. ഇത് നമ്മൾ നല്ലോണം സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ നനഞ്ഞാൽ അതങ്ങ് പോവും. അതുകൊണ്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഓൾ ഓവർ നമ്മുടെ ഫേസിൽ ആ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ തന്നെ ഒരു ബ്രൈറ്റ്നസ് വരും കേട്ടോ. പിന്നെ കണ്ണങ്ങ് എഴുതി കൊടുക്കണം. കണ്ണാണല്ലോ മുഖ്യം. അതുകൊണ്ട് കണ്ണ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ എഴുതണം, ഒട്ടും തെറ്റാൻ പാടില്ല. കണ്ണെഴുതി തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ വരെ മാറിപ്പോകും കേട്ടോ. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം കണ്ണെഴുതാനായിട്ട്. എനിക്കൊന്ന് പെൺപിള്ളേരെ ഏറ്റവും കെയർ കൊടുത്ത് ചെയ്യുന്ന ഒരു ജോലി കണ്ണെഴുതാൻ തോന്നും, കാരണം അതാണ് അവരുടെ ഒരു മെയിൻ സാധനം. അതുകൊണ്ട് പിന്നെ വാലൊക്കെ ഇട്ട് കൊടുക്കും. വാല് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു കണ്ണ് എഴുതിയ പോലെ തന്നെ മറ്റേ കണ്ണും പറയണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ക്ഷമയോടെ വേണം നമ്മളത് ചെയ്യാനായിട്ട്. അടുത്ത നമ്മുടെ ലാഷസ് മസ്കാര യൂസ് ചെയ്ത് വിടർത്തി ഞാൻ കൊടുക്കുകയാണ്. കണ്ണൊക്കെ അങ്ങോട്ട് പളവളം മിന്നട്ടെ. എന്നാലും എന്ത് ഭംഗിയാണെന്നറിയാമോ ഈ ലാഷസൊക്കെ നല്ല വിടർത്തി വെക്കുമ്പോഴത്തേക്കും. കണ്ണൊക്കെ നല്ല വലുപ്പവും ഒക്കെ തോന്നും, നല്ല രസമായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം 3-4 കോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത് യാതൊരു തെറ്റില്ല, കാരണം നമ്മൾ ഫേക്ക് ലാഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സോ ഇനി അടുത്തത് നമ്മളിത് ഐബ്രോസ് ആണ് ഡ്രോ ചെയ്ത് കൊടുക്കുക. ഐബ്രോസ് നല്ല മഴവിൽ പോലെ നിന്ന് എന്ത് ഭംഗിയാണ്. ഏതൊരു മുഖവും ഐബ്രോസ് നല്ലതായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എൻ്റെ കുറച്ച് ത്രെഡ് ചെയ്യാറായി, കുറച്ച് വളർന്നിട്ടുണ്ട്. ഈ അടുത്തതേ ലിപ് പ്രൈമറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു മസ്റ്റ് ബൈ പ്രോഡക്റ്റാണ്, മാക്കിൻ്റെ ലിപ് പ്രൈമർ. വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. അടുത്തത് മാക്കിൻ്റെ തന്നെ ബർഗണ്ടി എന്ന് പറയുന്നൊരു ലിപ് ലൈനർ വെച്ചിട്ട് നമ്മളിത് ലിപ്പ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു റെഡും അല്ല ഒരു ബ്രൗണും അല്ലാത്ത കളറാണ്. നല്ലൊരു കളറാണ് കേട്ടോ. ഒട്ടുമിക്ക ലിപ്സ്റ്റിക്കിന് നമുക്ക് ലൈനറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഷെയ്ഡാണ്. അത് നമ്മൾ മുകളിലും താഴെ നല്ലോണം ഡ്രോ ചെയ്ത് കൊടുക്കും. നല്ലോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വൃത്തികേടില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ വരച്ചു കൊടുക്കുന്നു. അടുത്ത് നമ്മളിത് സെഫോറയുടെ ലിപ്സ്റ്റിക്കാണ്, 96 എന്ന് പറയുന്ന ഷെയ്ഡാണ്. നല്ലൊരു കളറാണ് കേട്ടോ. നല്ലൊരു റെഡ് ലിപ്സ്റ്റിക്ക് ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് ഇടാൻ പറ്റിയൊരു കളറാണ്. കുറച്ച് എടുത്ത് നിൽക്കുമെങ്കിൽ നല്ലൊരു വൃത്തികേടില്ലാത്തൊരു റെഡാണ്. എനിക്ക് നോർമലി റെഡ് ലിപ്സ്റ്റിക്ക് അങ്ങ് ചേരാറില്ല, പക്ഷേ ഇതിന് വലിയ കുഴപ്പമില്ല കേട്ടോ. ഞാൻ അടുത്ത് നമ്മൾ ഹ്യൂഡാ ബ്യൂട്ടി ലിപ് ഗ്ലോസ് ഇട്ടിട്ടുണ്ട്. ഇനി പാക്കിൻ്റെ ബ്ലഷ് ഇട്ട് നമ്മൾ ഈ മേക്കപ്പ് അങ്ങ് ഫിനിഷ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ ഹെയറും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നമ്മൾ സെറ്റ് ആക്കുകയാണ്. ഇനി ചാർലറ്റ് ടിൽബറിയുടെ എയർ ബ്രഷ് സെറ്റിംഗ് സ്പ്രേ ആണ് നമ്മൾ യൂസ് ചെയ്തത്. നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. എങ്ങനെയുണ്ട് ഗൈസ്? ടാറ്റ ബൈ ബൈ.